ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി 2014-ലും 2019-ലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ആത്യന്തികമായി തീരുമാനം എടുത്തത് ബിജെപി തന്നെയായിരുന്നു. അപ്പോഴും മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾക്കടക്കം ആരൊക്കെയാണ് അവരുടെ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നത് അറിവുണ്ടായിരുന്നില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ചില പേരുകളെങ്കിലും മാധ്യമങ്ങൾക്ക് പോലും ലഭിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ 2 തവണയും മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ബിജെപിക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. ഇപ്പോഴും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുന്നു എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന്, ബിജെപി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ 2014-ലെയും 2019-ലെയും പോലെ ഒരു സസ്പെൻസ് ആണോ ഇപ്പോൾ ബിജെപി നിലനിർത്തുന്നത്? അങ്ങനെ നിരീക്ഷിക്കുന്നതാണോ? സഖ്യ ചർച്ചകൾ അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാനാണോ താങ്കൾ താല്പര്യപ്പെടുന്നത്? അഭിലാഷ്, ഈ 2024-ലെ മാൻഡേറ്റ് എന്ന് പറയുന്നത് NDAക്കുള്ള മാൻഡേറ്റ് ആണ്. അത് ഒരു BJP സർക്കാരിന്റെ അബ്കി ബാർ 400 പാർ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ 303 സീറ്റിനേക്കാൾ പോലും ഗണ്യമായ കുറവ്, 63 സീറ്റുകൾ BJPക്ക് തന്നെ കുറവുണ്ട്. അപ്പോൾ എന്തായാലും അത് BJPക്ക് മാത്രമായിട്ട് ഒരു രഹസ്യമായിട്ട് വെക്കാൻ അവർക്ക് അത്ര എളുപ്പമല്ല. കാരണം സഖ്യകക്ഷികളുടെ എങ്കിലും കാര്യങ്ങൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2014-ലെ കാര്യമെടുത്താൽ അന്ന് സുഷമ സ്വരാജിന് തന്നെ മന്ത്രിസഭയിലേക്ക് പ്രാതിനിധ്യം കിട്ടിയത് അന്ന് RSS ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പിൽക്കാലത്ത് പുറത്തു വന്നതാണ്. അന്ന് ജയിച്ചു വന്ന, കാൺപൂരിൽ നിന്ന് ജയിച്ചു വന്ന മുരളി മനോഹർ ജോഷി, ഗാന്ധിനഗറിൽ നിന്ന് ജയിച്ചു വന്ന LK അഡ്വാനി, ഇവരെയൊക്കെ ഒറ്റയടിക്ക് BJPയുടെ തന്നെ ഭരണഘടനയിൽ ഇല്ലാത്ത മാർഗദർശക് മണ്ഡൽ എന്ന ഒരു പ്രത്യേക സംവിധാനം, പ്രത്യേക ബോഡി, ആ മാർഗദർശക് മണ്ഡലിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഉപദേശിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അങ്ങനെ അതാണ് അതിന്റെ മാർഗദർശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദിയിൽ അതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ ഒരു മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റുകയും അരുൺ ഷൂറി, സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന 2 പ്രമുഖ നേതാക്കൾ അന്ന് ക്യാബിനറ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 2 പേരാണ്. യശ്വന്ത് സിൻഹ മൂന്നാമത്തെ ആളാണ്. ജസ്വന്ത് സിംഗ് അന്ന് തന്നെ BJPയുമായി പിണങ്ങിയിരുന്നു. പക്ഷെ ഇവർക്കൊന്നും അന്ന് ക്യാബിനറ്റിൽ വരാൻ പറ്റിയില്ല. 75 എന്ന് പറയുന്ന ഒരു പ്രായം, ഏജ് ലിമിറ്റ് BJP ഉണ്ടാക്കി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൺസീവ് ചെയ്ത് ഉണ്ടാക്കി. അത് 75-ൽ താഴെയുള്ള ആൾക്കാർക്കാണ് മന്ത്രിസഭയിലേക്ക് അംഗത്വം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ അടക്കം ഉയർത്തിക്കാണിക്കുകയും റിട്ടയർമെന്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയും ചെയ്തത്. അതെ, അന്നത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും വ്യത്യസ്തമാണ്. കാരണം 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ 74 വയസ്സിൽ നിൽക്കുകയാണ്. അടുത്ത സെപ്റ്റംബർ 11-ന് അദ്ദേഹം 75 വയസ്സ് പൂർത്തിയാകും. പക്ഷെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം 2029 വരെ ഭരിക്കുമെന്നും അതിനുശേഷം വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് BJP പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, 2014-ൽ ഇതുപോലെ പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അത് ഒരു BJP സർക്കാർ എന്ന നിലയ്ക്ക്, അതായത് പ്രധാനമന്ത്രി മോദിയുടെ തന്നെ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സർക്കാർ എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയും അന്ന് BJP അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗിന് ആഭ്യന്തരവും, അമിത്ഷായ്ക്ക് ഡിഫൻസും, അമിത്ഷാ അന്ന് BJP അധ്യക്ഷനായിട്ട് വരികയാണ് ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് അംഗത്വം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല BJPയുടെ തന്നെ ഒരു ക്രീം ഓഫ് അവരുടെ ഏറ്റവും സീനിയർ നേതാക്കളെ മൂലക്കിരുത്തി ഉണ്ടാക്കിയ ഒരു മന്ത്രിസഭയായിരുന്നു അന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടാതിരുന്നതും. അത് പിൽക്കാലത്ത് അരുൺ ഷൂറി അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് 2.5 മനുഷ്യരുടെ ഗവൺമെന്റ് ഓഫ് 2.5 men, 2 പേര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും, അരയായിട്ട് കൂട്ടിയത് അരുൺ ജെയ്റ്റ്ലിയുമാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തെ, അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു വക്കീലിനെയാണ് അന്ന് ധനകാര്യ മന്ത്രാലയം ഏൽപ്പിച്ചത് എന്നൊക്കെയുള്ളത്. പിൽക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനുശേഷം നടന്നു. 2019-ലാണെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അമിത്ഷാ വരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന് ഡിഫൻസ് മിനിസ്ട്രി കൊടുക്കുന്നു. അങ്ങനെ അന്ന് വേറൊരു അരുൺ ജെയ്റ്റ്ലിയുടെ നിർദ്ദേശപ്രകാരം, ആഗ്രഹപ്രകാരം സീതാറാമനെ
ധനകാര്യ മന്ത്രാലയം ഏൽപ്പിക്കുന്നു. 2019 ഒരു വലിയ വിജയമായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ ഞെട്ടിത്തരിച്ച ഒരു വിജയമായിരുന്നു 2019. 2019 അത് കാരണം നരേന്ദ്രമോദിയുടെ കരങ്ങൾ അതിനേക്കാൾ ശക്തമായിരുന്നു. അദ്ദേഹത്തിന് എന്തും തീരുമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. RSSനെ പോലും ഒരു പരിധിവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാതെ, അല്ലെങ്കിൽ 2014 സുഷമ സ്വരാജിനെ പോലെ അവർക്ക് ഇടപെടേണ്ടി വരണ്ടാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സ്പീക്കർ സ്ഥാനത്തിന് TDP മുൻകൈ എടുക്കുന്നു. അതെന്താണ്? സ്പീക്കർ സ്ഥാനമുണ്ടെങ്കിൽ ആ പാർട്ടിയെ തന്നെ BJPക്ക് പിളർത്താനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ പിളർത്തി അവരെ എന്താ പറയുന്നത്, ഈ BJP NCPയെയും ശിവസേനയെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതുപോലെ TDPയെയും ഇപ്പോൾ JDUവിനെയും നരേന്ദ്രമോദി ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത പാർട്ടിയെ പിളർത്തി രണ്ട് കഷ്ണമാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമോ എന്നുള്ള ഒരു സന്ദേഹം പലർക്കുമുണ്ട്. ഇന്നലെ ആദിത്യ ഠാക്കറെ പറഞ്ഞ ഒരു കാര്യം അതാണ്. അതായത് TDPക്ക് സ്പീക്കർ സ്ഥാനമെങ്കിലും അവർ നേടിയെടുക്കണം. അങ്ങനെ വന്നാൽ ഈ അയോഗ്യത കൽപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന് അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ. അതെ, അത് മാത്രവുമല്ലല്ലോ, ഇപ്പോൾ 2019 ലോക്സഭ 2019 ഇപ്പോൾ ഓം ബിർള ലോക്സഭാ അധ്യക്ഷനായതിനു ശേഷം നടന്നിട്ടുള്ള സസ്പെൻഷനുകളുടെ പട്ടിക പരിശോധിച്ചാൽ അത് ഒരുപക്ഷെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലാണ്. പല പ്രതിപക്ഷ നേതാക്കളും എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. തീർച്ചയായും അത് കേരളത്തിൽ നിന്നൊക്കെയുള്ള MP-മാർ പലപ്പോഴും അവര് പല ദിവസത്തേക്കൊക്കെ പാർലമെന്റിന്റെ ദൃശ്യങ്ങൾ കാണിക്കാതെ. അതെ അതെ, ഒന്നിൽ കൂടുതൽ, എനിക്കൊന്ന് പ്രതാപൻ 3 തവണ സസ്പെൻഷനിലായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പാർലമെന്റിലെ ലോക്സഭയിലെ ദൃശ്യങ്ങൾ പോലും ലോക്സഭ TV കാണിക്കാതെ, പ്രതിപക്ഷാംഗങ്ങളുടെ പ്രൊട്ടസ്റ്റുകൾ, അവര് പ്രതിഷേധിക്കുന്നത് ഒന്നും വിഷ്വൽസ് കാണിക്കാതെ, അവർക്ക് പ്ലാക്കാർഡുകൾ സ്പീക്കറുടെ തലയുടെ മുന്നിൽ, മുഖത്തിന് മുന്നിൽ പിടിക്കേണ്ടി വരുന്ന ദാരുണമായ ദയനീയമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഓം ബിർള ആണെങ്കിൽ പ്രധാനമന്ത്രി കൽപ്പിക്കുന്നത് വേദവാക്യമാക്കിയെടുക്കുന്ന, സ്പീക്കറുടെ തന്നെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച ഒരു സ്പീക്കറായിരുന്നു. എന്നാൽ 98 അന്ന് TDPയുടെ സ്പീക്കറായി വന്ന GMC ബാലയോഗിയൊക്കെ സ്പീക്കർ പദവിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഓറ കുറച്ചുകൂടി വർദ്ധിപ്പിച്ച ഒരു നേതാവായിരുന്നു. അതിനുശേഷം സോംനാഥ് ചാറ്റർജിയും പലരും വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഈ ഓം ബിർളയേക്കാൾ ഒരു നല്ല ഓൾട്ടർനേറ്റീവ് പ്രതിപക്ഷവും പ്രതീക്ഷിക്കുന്നു. TDPയും JDUവും അവരുടെ തന്നെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും അവർക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. പക്ഷേ BJP ഇപ്പോൾ അവർക്ക് വളരെ മോഹനമായ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് സ്പെഷ്യൽ സ്റ്റാറ്റസ്, പ്രത്യേക പദവി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നൽകും എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും, പിന്നീട് ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ പറ്റിയാൽ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏകനാഥ് ഷിൻഡെയുടെ MP-മാരും NCPയുടെ ഇപ്പോൾ ഏക MP ആയിട്ട്, അതായത് അജിത് പവാർ വിഭാഗത്തിന്റെ ഏക MP ആയിട്ട് ജയിച്ചിട്ടുള്ള ആ MP-യെ ഒക്കെ മറുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ പ്രതിപക്ഷത്തിനുണ്ടാകും. അപ്പോൾ വളരെ ഒരു ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു കുറച്ച് മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത്. സ്പീക്കർ പദവി ഇതേതെങ്കിലും ഈ TDPക്ക്, പ്രത്യേകിച്ചും TDPക്ക് കിട്ടുമോ? NDA കൺവീനർ പദവി JDUവിന് കിട്ടുമോ? KC ത്യാഗിയെ പോലെ ആർക്കെങ്കിലും കിട്ടുമോ? അതായത് അതുകൊണ്ടാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, 2019 നേരത്തെ തന്നെ ധാരണയാക്കി വെച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ അതായിരിക്കുമോ നാളെ വൈകിട്ടും ചുമതലയേൽക്കാൻ പോകുന്നത്? അതിനപ്പുറത്ത് ഇപ്പോഴും കൃത്യമായൊരു പിക്ചറിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളെ താങ്കൾ ഒരു പരിധിവരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. BJPയുടെ പാർലമെന്ററി ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. പക്ഷേ BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 2-3 പേര് തന്നെയാണ് ഇപ്പോഴും. അത് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പിന്നെ ഒരു പരിധി വരെ രാജ്നാഥ് സിംഗും പിന്നെ അതുപോലെ ഇത്രയും പേരൊക്കെ കൂടിയാണ്. ഇനിയിപ്പോൾ മറ്റാർക്കെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സേ ഉണ്ടോ? BL സന്തോഷിന് എന്തെങ്കിലും സേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ 3-4 പേര് കൂടി തന്നെയാണ് തീരുമാനിക്കുന്നത്.
ഈ ഒഡീഷയിൽ നിന്ന് 2 പാർലമെന്ററി ബോർഡിൽ 2 അംഗങ്ങളുണ്ട്. അവർ കൂടി ഉൾപ്പെട്ട പാർലമെന്ററി ബോർഡാണ് ഇന്നലെ ചേർന്നതെന്ന് അറിയുന്നു. അപ്പോൾ ഒഡീഷയിലെ അടുത്ത മുഖ്യമന്ത്രി, ഒഡീഷയിൽ സംസ്ഥാനത്തും BJP അധികാരം കിട്ടിയിട്ടുണ്ട്. അവിടെ ആരാണ് മുഖ്യമന്ത്രി? ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കുമോ, അതെയോ ജയ് പാണ്ഡയെ പോലെയുള്ള ഒരു മറ്റൊരു നേതാവായിരിക്കുമോ? ഇതൊക്കെ വലിയ ആകാംക്ഷ ഉള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം സ്പീക്കർ പദവി കൊടുക്കാതെ ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ വരുന്ന 4 റേസിന കുന്നിൽ ഉള്ള 4 മന്ത്രി വകുപ്പുകൾ, പ്രധാന വകുപ്പുകൾ കൊടുക്കാതെ എങ്ങനെയാണ് TDPയെയും JDUവിനെയും കൈകാര്യം ചെയ്യുന്നത്? അത് മാത്രമല്ല, മറ്റ് ചെറുകക്ഷികൾക്ക് മറ്റു പല ആഗ്രഹങ്ങളുമുണ്ട്. അപ്പൊ അവരെല്ലാം എത്ര മിനിസ്ട്രി അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച നടക്കുകയായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ചെറുകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ശ്രീ